കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 3 മലയാളികളും അപകടനില തരണം ചെയ്തു. അതേസമയം പരിക്കേറ്റ 63 പേരിൽ 7 പേർ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വിമാന സർവീസുകളും പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ 63 പേരിൽ 12 ഇന്ത്യക്കാരാണുള്ളത്. ഇതിൽ 3 മലയാളികളുമുണ്ടെന്ന് ആശുപത്രി അധികൃതരാണ് സ്ഥിരീകരിച്ചത്. പരിക്കേറ്റ 3 മലയാളികളും അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിനുള്ളിലെ കോഫി ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി, മണി എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തിരുന്ന 2 യുവാക്കൾ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ എംബസി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം പരിക്കേറ്റ മറ്റുള്ളവരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. മറ്റുള്ളവരിൽ ചിലർ ഇന്നലെ രാത്രിയോടെ ആശുപത്രി വിട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ഉണ്ടായിരുന്നവരാണ് പരിക്കേറ്റവരിൽ അധികവും. കുവൈറ്റ് പ്രധാനമന്ത്രി ആക്രമണമുണ്ടായ സ്ഥലം സന്ദർശിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നുമുള്ള സർവീസുകൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ ആഴ്ചകൾ തന്നെ വേണ്ടിവരും. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ടെർമിനൽ 1 ഏറ്റവുമധികം നാശനഷ്ടം സംഭവിച്ചത്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നുമാണ് സർവീസ് നടത്തിയിരുന്നത്. ടെർമിനൽ 4, 5 എന്നിവയിൽ നിന്നും വിമാന സർവീസുകളുണ്ട്. 13 മിസൈലുകളും 17 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണമെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ നിന്നുമുള്ള 2 നയതന്ത്ര പ്രതിനിധികളെ കുവൈറ്റ് പുറത്താക്കി. കൂടുതൽ രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളെ അപലപിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.